ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല ഹെൽത്തി ആൻഡ് Good ഹാപ്പി morning. വിശ്വസിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെ മഴയൊക്കെ ഉണ്ടോ ഇപ്പോ? ഇല്ല, നാട്ടിലൊക്കെ മഴയില്ല. Okay. അപ്പോ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. കറന്റ് ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഒപ്പം നമ്മുടെ വിംബിൾ അക്കാദമിയിൽ 19th ബാച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ എടുത്തിരിക്കുന്ന ഏരിയ ഇമോഷണൽ വെൽനെസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാല് ഒരു 4 years ബാക്കിൽ ഈ ഒരു സമയം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 4 years ബാക്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ മെഡിറ്റേഷൻ ട്രെയിനർ ആകുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സമയത്താണ് നമ്മുടെ ക്ലാസ് വരുന്നത്. രാവിലെ മെഡിറ്റേഷന്റെ ക്ലാസ് വരുന്നത് 5:30-ക്കാണ്. അപ്പൊ ആ ഒരു സമയത്തെ പറ്റി ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാല് ആ ഒരു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരു വാർണിംഗ് കോള് വരും അവരുടെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ വാർണിംഗ് കോള് വരുമ്പോൾ ഞാൻ ബെഡിൽ ഇരുന്ന് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എഴുന്നേക്കാൻ കഴിയാതെ ആ ഒരു 4 years ബാക്ക് സെയിം ടൈം ഞാനിങ്ങനെ ബെഡിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ സമയത്ത് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്താ മെഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ. ഹൈലി ഡിപ്രഷനുമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഞാനിപ്പോ രാവിലെ നിങ്ങളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഓർത്തുപോയി. അപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോ ഇവിടെ ഇത്രയും 57 ആളുകൾ കണക്ട് ആയിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൂമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി. ഇതുപോലെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഈ ഒരു രാവിലത്തെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഐ എം സോ ഹാപ്പി. അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിനോടും ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും എസ്പെഷ്യലി ഫൈസൽ സാറിനോടുള്ള നന്ദി പറയാണ്. ഓക്കെ, അപ്പോ സെഷൻ സ്റ്റാർട്ട് ചെയ്തൂടെ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ നമ്മുടെ മോർണിംഗ് സെഷന്റെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? പറയാവോ? ഓഡിയബിൾ അല്ലേ? ഞാന് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആ, കേൾക്കാം. ഓക്കെ. സെൽഫ് ഹീലിംഗ് വിസ്ഡം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, സെൽഫ് ഹീലിംഗ് വിസ്ഡം ബാക്ക് ടു സോഴ്സ് എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് സെൽഫ് ഹീലിംഗ്? സ്വയമേ ഉള്ള പിന്നെ ഹീൽ ചെയ്യാം. അതെ, അതിനുള്ള ഒരു ജ്ഞാനം, നേടും. എക്സലന്റ്, കറക്റ്റ്. സ്വയമേ ഉള്ള ഒരു സൗഖ്യപ്പെടുത്തൽ എന്നാണ് അതിന് പറയാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിനെ, നമ്മുടെ ഈ ഒരു ബാഹ്യമായിട്ടുള്ള ലോകത്തില് ഒരുപാട് രീതിയിലുള്ള ത്രെഡ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഭീഷണികൾ. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനെയും ഈ ഭീഷണിയിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഇന്റലിജൻസിനെയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഒരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടെന്ന് പറയാം. അതായത് ത്രെഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എക്സലന്റ് ആയിട്ടുള്ളൊരു പവർ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ്. അതിനെയാണ് നമ്മുടെ സെൽഫ് ഹീലിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡിഫെൻസീവ് മെക്കാനിസം എന്തിനാ യൂസ് ചെയ്യാം? നമ്മൾ പറയല്ലേ, ഇതിനിടക്ക് ഇന്ത്യ പാക് യുദ്ധങ്ങളൊക്കെ വന്ന സമയത്ത് ഡിഫെൻസീവ് മെക്കാനിസം സ്ട്രോങ് ആക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തില്
നമുക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. പക്ഷേ നമ്മുടെ പല ഇടപെടൽ കൊണ്ടും നമുക്ക് എന്ത് പറ്റുന്നു? ഈ ഒരു ഹീലിംഗ് കപ്പാസിറ്റി നമ്മിൽ നിന്ന് പതുക്കെ പതുക്കെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചു നോക്കാം. നമുക്കിപ്പോ ഇമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂസ് പറയാറുണ്ട് അല്ലെ? അതുപോലെ മെന്റൽ റിക്കവറി പോസിബിൾ ആകുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ആകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഈ ഒരു സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി പതുക്കെ പതുക്കെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക നാച്ചുറലി. ഓക്കെ, അപ്പോ റെഡി അല്ലേ? എങ്ങനെയാണ് നമുക്കത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക നോക്കിക്കൂടെ? റെഡി? യെസ്. ഓക്കെ. ഓക്കെ, അതായത് ആക്ടിവേറ്റ് സെൽഫ് ഹീലിംഗ് മെക്കാനിസം ത്രൂ ഹോളിസ്റ്റിക് ഹീലിംഗ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോളിസ്റ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയായിരിക്കും അല്ലെ? എന്താണ് ഹോളിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പരിശുദ്ധമായ. അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്ന ഒരു അർത്ഥം കൂടി അതിന് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള, അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും, യെസ് ഓൾ, ശരീരം, മനസ്സ്, അതുപോലെ നമ്മുടെ സോള്, 3 സ്റ്റേറ്റ്സിലും നമ്മൾ ഒരുപോലെയുള്ള കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടുള്ള ഹീലിങ്ങിനെയാണ് ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ബോഡി ലെവലിൽ എങ്ങനെയാണ് ഈ ഒരു സെൽഫ് റിപ്പയറിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പർപ്പസ് ഉണ്ടാവണം അല്ലെ? ബോഡിയിൽ ഈ സെൽഫ് ഹീലിംഗ് ബൂസ്റ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്തായിരിക്കും? നമുക്ക് ആരോടോ എതിരെ ഫൈറ്റ് ചെയ്യാനുണ്ട്, ഡിഫെൻഡ് ചെയ്യാനുണ്ട് എന്നർത്ഥം അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ത്രെഡ്സ് എന്നുള്ളത് നോക്കിയാലോ? എന്തൊക്കെയാണ് ഭീഷണികൾ എന്നുള്ളത്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ പറയും ഈ ത്രെഡ്സ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം, ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുക? എന്താ നമ്മൾ മനസ്സിലാക്കുക. എക്സാക്ട്ലി, വളരെ നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയുക, ശത്രു എത്രമാത്രം ശക്തനാണ് എന്ന് തിരിച്ചറിയുക അല്ലെ? അവിടെ ഒരു വാക്കുണ്ട്, നമ്മുടെ ശത്രുവിനെ ബലഹീനനായി കാണുന്നത് തോൽവി വിളിച്ചു വരുത്തുന്നതിന് സമാനമാണെന്ന് പറയും. നമ്മുടെ ശത്രുവിനെ ബലഹീനനായിട്ട്, ചെറുതായിട്ട് കാണുന്നത് തോൽവി വിളിച്ചു വരുത്തുന്നതിന് സമാനമാണ്. അപ്പോ നമ്മുടെ ത്രെഡ്സ്, ശരീരത്തിനെ ബാധിക്കുന്ന ഭീഷണികളെ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് കാണരുത് എന്നാണ് അതിന് പറഞ്ഞർത്ഥം. അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്ന ത്രെഡ്സ്? എന്തൊക്കെയായിരിക്കും? ഒന്നാമതായിട്ട് എൻവയോൺമെന്റൽ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ത്രെഡ്സ് നമുക്ക് വരുന്നുണ്ട് അല്ലെ? സ്ക്രീന് ഷെയർ ചെയ്യണമായിരുന്നു, എന്നെ ഹോസ്റ്റ് കണക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. 1 second മാം. ഓക്കെ, ഓക്കെ, എന്റെ സ്ക്രീൻ കാണാലോ അല്ലെ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതില് നോക്കിയിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരാമോ എന്തൊക്കെയാണ് നമ്മുടെ ത്രെഡ്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് നോക്കിയേ, എന്താണെന്നുള്ളത്? ഒന്നാമത്തത് നാച്ചുറൽ പരിസ്ഥിതി മലിനീകരണം, അതല്ല, അതിൽ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം വാട്ടർ കണ്ടാമിനേഷൻ ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ വരും,
പല രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ്, പല കെമിക്കൽസ്, ഒരുപാട് കാര്യങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് അല്ല നമ്മുടെ ഹെൽത്തിന് ഭീഷണിയായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ഇമേജ് നോക്കിയ 2, 3, 4 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സ്മോക്കിംഗ്, ആൽക്കഹോള്, ഇതൊക്കെ തന്നെ ലൈഫ് സ്റ്റൈൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് അല്ലേ? പ്രോസസ്ഡ് ഫുഡൊക്കെ നമ്മൾ എത്ര കണ്ണടച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ കളറും സ്വാദും ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ, ഞാൻ അടക്കം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, മെഡിസിൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. എക്സസീവ് യൂസ് ഓഫ് മെഡിസിൻ. നമുക്ക് ഒരുപാട് രീതിയിലുള്ള ബയോളജിക്കൽ ത്രെഡ്സ് നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട്. ഈ പറയുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈലിലും അതുപോലെ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നേരിടേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഇതൊക്കെ തന്നെ കൂടുന്നതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ആ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. നെക്സ്റ്റ് നോക്കിയേ, 6th 7th ഫോട്ടോ കൊടുത്തിരിക്കുന്നത് എന്തിന്റെ ആണെന്ന് മനസ്സിലായോ? എന്താണ്? നമ്മുടെ ആൻസൈറ്റി, ഡിപ്രഷൻ അല്ല, അതിന് മുന്നേ ഉള്ളത് വൈറസ്. യാ. അപ്പൊ നമ്മള് അതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് തുടങ്ങുകയാണ് അല്ലെ? ഇപ്പോ ഈ റീസെന്റ് ആയിട്ടൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് പാരാസൈറ്റിനെ പറ്റിയിട്ടാണ്. പല രീതിയിൽ തോടുകളിലും കുളത്തിലൊക്കെ തന്നെ പാരാസൈറ്റിനെ കാണാം. ഇതൊക്കെ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ത്രെഡ്സ് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമുക്ക് ഹെൽത്ത് വൈസ് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ? അപ്പോ ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള വില്ലന്മാരെന്ന് പറയുന്നത്. ഇവരത്ര ചില്ലറക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോ ഇവരെ പ്രിവെന്റ് ചെയ്ത് നിർത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ കയ്യിൽ വേണം. അതിനുവേണ്ടി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ വില്ലന്മാരെ മനസ്സിലായില്ലേ? അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കിയേ ഉള്ളൂ. ഓക്കെ? അപ്പോ ഇതിനെതിരെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അതിലെന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. അപ്പോ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാൽ ഡീടോക്സിഫിക്കേഷൻ. കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ ആണ്. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയാം നമ്മുടെ ഇന്നർ ബോഡിയെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള, പ്രൊബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സ്പീഡായി പോകുന്നുണ്ടോ? ഇല്ല മാഡം, ഇല്ല. ഓക്കെ, ഡീടോക്സിഫിക്കേഷനിൽ ആദ്യം പറയുന്നത് പ്രാക്ടീസ് ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തത് ഇതിലും കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ട്രാൻസ് ഫാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ട്രാൻസ് ഫാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പറയാവോ എന്താണ് ട്രാൻസ് ഫാറ്റ് എന്ന് അറിയാവോ? ഫാറ്റ് റിമൂവ് ചെയ്യുന്നതാണ്. അല്ല, ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില സ്നാക്സ് ഒക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ എണ്ണക്കടികൾ പൊരിക്കുന്നൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓയിലിന്റെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്താ കളറ്? ഒരു ബ്ലാക്ക് പോലത്തെ ഭയങ്കര ഡാർക്ക്. യെസ്, മൾട്ടിപ്പിൾ ടൈമില് ഡാർക്ക് ബ്രൗൺ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഓയിൽ ചൂടാകുന്ന സമയത്ത് വരുന്ന ഒരു കളറാണ് അതല്ലേ? അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഹീറ്റ് ആവുന്ന ഓയിലിനെയാണ് നമ്മൾ
ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഫുഡ് ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നതിനോടൊപ്പം ഈ കാര്യത്തിനെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഫാറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യുക. കൂടാതെ മെഡിസിൻസിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഇപ്പൊ നമുക്കറിയാലേ, ഒരു തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കോൾഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഫീവർ വന്നാൽ അപ്പൊ തന്നെ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കും അല്ലെ. ആന്റിബയോട്ടിക്കിന് പോലെ ഒരു വില്ലൻ വേറെ ഇല്ല എന്നാ പറയുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം കുറക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിരിക്കണം. അപ്പം ഭക്ഷണത്തിൽ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡീടോക്സിഫിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് നടക്കും. അതോടൊപ്പം തന്നെ എക്സസൈസ്, റെസ്റ്റ്, ഹൈഡ്രേഷൻ ഇതൊക്കെ തന്നെ കീപ്പ് ചെയ്യാം. കൂടാതെ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് കുറക്കാനും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൽ ചെയ്യേണ്ട മെഡിറ്റേഷൻ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഫോർ ബോഡി റിലാക്സേഷൻ മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഡീടോക്സിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഇമേജറി മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആദ്യം പറഞ്ഞത് ഡീടോക്സിഫിക്കേഷൻ ആണ്, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എക്സസൈസ്, മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് മെഡിറ്റേഷൻ ആണ്. അതിലൊന്ന് ബോഡി സ്കാൻ മെഡിറ്റേഷൻ, രണ്ടാമത്തത് ഇമേജറി നേച്ചർ ബേസ്ഡ് മെഡിറ്റേഷൻ. ഓക്കെ, മൂന്നാമത്തത് സോളാർ ഫ്ലെക്സ് മെഡിറ്റേഷൻ ആണ്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സൂര്യ നമസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചക്ര യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഡീടോക്സിഫിക്കേഷൻ, എക്സസൈസ്, മെഡിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബെനിഫിറ്റ്? എന്താണ് ബെനിഫിറ്റ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഉള്ളവർക്കാണെങ്കിൽ അതിന്റെ റിസ്ക് കുറക്കാൻ പറ്റും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നാച്ചുറലി ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നാച്ചുറലി ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ലൈഫിൽ മെഡിസിനെ കൊണ്ട് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഫോഴ്സ്ഫുള്ളി ഈ ഒരു ഏരിയ കവർ ചെയ്യാനുള്ള കാരണം. മെഡിസിൻ അത് നമ്മൾ എത്രമാത്രം വീക്കാക്കും എന്നുള്ളതിന്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഞാൻ. സോ നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. റീഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് 10% ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഒക്കെ തന്നെ ഈ രീതിയിൽ നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് റിവേഴ്സിബിൾ ആകുന്നത്. ഓക്കെ, അപ്പം ബോഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? എങ്ങനെയാണ് സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ? നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്. അവിടെ നമുക്ക് എന്തൊക്കെയാ ത്രെഡ്സ് ഉള്ളത് നമുക്കറിയാം അല്ലെ. ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ മെന്റലി നമ്മൾ എടുക്കുന്ന ഓവർലോഡ്, വേണ്ടുന്നതായിട്ടും വേണ്ടാത്തതായിട്ടും ഒരുപാട് ഡാറ്റാസ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ ഈ പ്രായം വരെ, ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടോ അത്രയും പ്രായം വരെയുള്ള, ഇന്നലെ ജിഷ മാമിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ബാണ്ടോ അങ്ങനെ നമ്മൾ പറയുമല്ലേ, ഒരു അത്രയും വലിയൊരു കെട്ടു എടുത്തിട്ടാണ് നമ്മൾ പലരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇമോഷണൽ ബേർഡൻ, അതാണ് ആദ്യത്തെ കാര്യം.
അതിലുള്ള അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ട്രോമാസ്, കൂടാതെ നമ്മൾ പറയും ഡിജിറ്റൽ വേസ്റ്റ് എന്ന് പറയും. അതായത് ഒരുപാട് രീതിയിൽ നമ്മൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ സ്ക്രീന് സ്ക്രോൾ ചെയ്യുക, അതുപോലെ അവിടെ കാണുന്ന റീൽസിൽ കാണുന്ന ലൈഫിനെ കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ ലൈഫുമായിട്ട്. ആഹാ, അവർ അടിപൊളിയായിരിക്കുന്നുണ്ടല്ലോ, എനിക്കിതൊന്നും ഇല്ലല്ലോ. ഈ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുന്നത് ഓക്കെ ഫൈൻ, പക്ഷെ ഈ കമ്പാരിസൺ വന്നു പോയാൽ അത് വലിയൊരു മിസ്റ്റേക്കാണ്, വലിയൊരു എന്താ പറയുക ഹിഡൻ പെയിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള ഉറക്കമില്ല, റെസ്റ്റ് ഇല്ല. നമ്മളെല്ലാവരും ഓടുകയാണ്, ബിസിയാണ്. നമ്മളെ ശരീരത്തെ നോക്കാൻ സമയമില്ല, നമ്മളെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ സമയമില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? പല ആളുകളുടെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് സമയമില്ല. അപ്പോ എല്ലാ കാര്യത്തിനും നമുക്ക് സമയം ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് വരെ. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോൺസെൻട്രേഷനും അവിടെ മാത്രമായിരിക്കും. നമ്മൾ പറയല്ലേ, ആരോഗ്യം ഉള്ളിടത്തോളം സമയം ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നും. ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും നമുക്ക് പ്രശ്നം. അപ്പോ ടേക്ക് കെയർ യുവർ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പൊ മെന്റൽ ഹെൽത്തിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്ന ത്രെഡ്സ് ഇതൊക്കെയാണ്. അതുകൂടാതെ നെഗറ്റീവ് തോട്ട്സ്, നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുക, സ്വന്തമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതുപോലെ എപ്പോഴും പേടിയാ, എല്ലാത്തിനോടും പേടിയാണ്, ലൈഫിനോട് പേടിയാണ്, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണ്, എല്ലാ കാര്യത്തിനോടും പേടിയാണ്. ഇതൊരു എന്താണ് ഫിയർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഉള്ളിൽ. അപ്പം ഇത്തരത്തിൽ ഒരുപാട് മെന്റൽ സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉറക്കം കൂടി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. പറയാ വേണ്ട അല്ലെ, ഉറക്കം കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക? മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഈ സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു റിക്കവറി നമുക്ക് എങ്ങനെ പോസിബിൾ ആക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് ബോഡീനെ ടേക്ക് കെയർ ചെയ്യാം. അത് തന്നെയാണ്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെയും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോഡീനെ കൃത്യമായി ടേക്ക് കെയർ ചെയ്യുക, അതിന് വേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുക. രണ്ടാമത്തത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക, അതാ വേണ്ടത്. ഡീടോക്സിഫിക്കേഷൻ ആണെങ്കിലും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും സ്റ്റേ വിത്ത് ദാറ്റ്, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. ഗട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പറയാവോ ആർക്കെങ്കിലും? ഗട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയാവോ? വേഗസ് നെർവിന്റെ റിലേഷനാണോ ഉദ്ദേശിച്ചത്? ഓ, വേഗസ് നെർവിന്റെ, അതായത് ഗട്ട് ഹെൽത്തിനെ ഇതാക്കുന്നത് വേഗസ് നെർവ് ആണ്. ആ റിലേഷൻ ആണോ ഉദ്ദേശിച്ചത്? അതും വരും. എന്താ പറയാ, ബൈ ഡയറക്ഷണൽ ഫംഗ്ഷനിൽ വരുന്ന ആ ഒരു നെർവിയൽ സിസ്റ്റവും വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന മൈക്രോബയോംസ് അറിയായിരിക്കും അല്ലെ, ബാക്ടീരിയാസ്. അപ്പൊ നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ ബാഡ് ബാക്ടീരിയാസ് കൂടാനും അതുവഴി ഒരുപാട് എൻസൈംസ് പുറത്തു വരാനും അത് റിലേറ്റ് ചെയ്തിട്ട് ഈ ബാക്ടീരിയാസിന്റെ പ്രവർത്തനം നമ്മുടെ കോർട്ടിസോള് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്, സ്ട്രെസ് ഹോർമോൺ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ അപ്പൊ തന്നെ ആള് പണി തുടങ്ങുന്നു പറയാം. ഗട്ടിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിനെ അത് ബാധിക്കും, സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും ബാധിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിനുശേഷം നമ്മളൊരു പുതിയ പാറ്റേൺ ഓഫ് ലൈഫ് ഫോളോ ചെയ്യുക. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കറക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലെ വരെ നമ്മൾ ചെയ്തതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ, പുതിയ ഹാബിറ്റ് ഫോർമേഷൻ, നമുക്ക് കുറച്ചും കൂടി ഗ്രോത്ത് തരുന്ന രീതിയിലുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ വേക്കപ്പ് ടൈമും സ്ലീപ്പിംഗ് ടൈമും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബ്രെയിന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു കാര്യമാണ്, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യം വൈറ്റമിൻ ഡിയും മഗ്നീഷ്യവും ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതിൽ നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ സ്ലീപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. സപ്ലിമെന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഫുഡിൽ അത് കറക്റ്റ് ചെയ്യുകയോ ചെയ്യാം.
ഓക്കെ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷണൽ ട്രോമാസിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ട്രോമാസിനെ ഹീൽ ചെയ്യാനുള്ള വർക്ക്, ഇന്നർ വർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ മെന്റൽ ബേർഡൻ കുറക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. കൂടാതെ നമുക്ക് നമ്മുടെ ഇന്റൻഷൻ ക്ലിയർ ആവും, പർപ്പസ് ക്ലിയർ ആവും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ രീതിയിലാണെങ്കിലും ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഫേസ് ഓക്കെ ആണോ? മെന്റൽ ഹെൽത്തിന്റെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരാളും കൂടിയുണ്ട്, സോൾ എന്ന് പറയും അല്ലെ നമ്മള്. സോൾ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ രണ്ട് ഫേസും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് പറയാം തേർഡ് ഫേസ്. നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ ശരീരവും, അതുപോലെ കൃത്യമായിട്ടുള്ള കൺട്രോൾ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫ്സിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ തേർഡ് ഫേസ് ഈസി ആയിരിക്കും. ഓക്കെ. അതില് ചില കാര്യങ്ങൾ കൂടുതൽ എഫേർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഈ രണ്ട് ഫേസസും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്നർ പീസ്നെസ്, അല്ലെങ്കിൽ നമ്മൾ പറയും അല്ലെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നർ അവേക്കനിങ് ആണ്, നമ്മളെ തിരിച്ചറിയലാണ്. ഈ രീതിയിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് തിരിച്ചറിയണമെങ്കിൽ, നമ്മുടെ സോളിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് ഫേസും നിർബന്ധമായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ ഓഫറാണ് ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ചില തിരിച്ചറിവുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ സോള് മാത്രം. ഈ ഒരു ഫ്ലഷ്, നമ്മുടെ ഈ ഒരു ശരീരമാണെങ്കിൽ പോലും നമ്മൾ കടം എടുത്തിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. സോ ഇതും നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് തിരികെ പോകേണ്ടവരാണ്. സോ നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ സോള് മാത്രം. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. നമ്മളിവിടെ ആയിരിക്കുന്നുണ്ട്, നമ്മൾ ഈ ഒരു ബോഡി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന മാത്രമല്ല ടേക്ക് കെയറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോ ടേക്ക് കെയർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഓഫറാണ് ഈ വേൾഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ വേൾഡിലുള്ള എല്ലാ രീതിയിലുള്ള ഹാപ്പിനെസ്, പ്ലഷർ, ലവ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറാണ്. എന്തിന് കിട്ടുന്ന ഓഫർ? നമ്മുടെ ഈ ഒരു ബോഡിയും ഇമോഷൻസും ഒക്കെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തരുന്നതാണ്. അപ്പോ കൃത്യമായി ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ രീതിയിൽ നമ്മൾ കൃത്യമായി നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് വേണ്ടുന്ന പ്ലഷർ ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് അട്രാക്ട് ചെയ്തെടുക്കാൻ ഒരു രീതിയിലുള്ള നിബന്ധനകളും മാനദണ്ഡവും പ്രപഞ്ചം വെച്ചിട്ടില്ല. ഒരാള് ഗ്രോത്തിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവര് ലക്കിയാണ്. അവര് ലക്കി ആയതുകൊണ്ടല്ല, അവരുടെ ഡ്യൂട്ടീസ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ അവരത് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മളോട് ചോദിച്ചു നോക്കുക, നമ്മുടെ ബോഡി, മൈൻഡ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റിസോഴ്സസിനും നമ്മളും കൂടി അർഹരല്ലേ ആക്ച്വലി, അല്ലേ? നമുക്കും വേണ്ടേ അതൊക്കെ? അപ്പോ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്ന ഈ ബോഡീനെയും നിങ്ങളുടെ ഇമോഷൻ, മൈൻഡിനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക. അത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും ബാക്കിയൊക്കെ. അപ്പോ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടതെല്ലാം തന്നെ ഈ ഒരു എർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു അൺസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്, എന്തൊക്കെയോ മിസ്സിംഗ് ആണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ലൈഫിൽ.
എന്തൊക്കെയോ എവിടെയൊക്കെയോ കളഞ്ഞു പോയതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. എവിടെയും പോയിട്ടില്ല, എല്ലാം നമ്മുടെ ചുറ്റിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കാണണമെങ്കിൽ, നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടു, കൂടുതൽ ഒരു റിസ്കും ഇല്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടി അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ യുവർ ബോഡി എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ശരീരം നമ്മുടെ കൺട്രോളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റും. പ്രത്യക്ഷത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിന് പിന്നാലെയാണ് നമ്മളെ ഓട്ടം. അപ്പോൾ ആദ്യം നിങ്ങളുടെ വർക്കിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഫ്രം യുവർ ബോഡി ഇറ്റ് സെൽഫ്. ഇത്രയും സ്ട്രെസ് ചെയ്തിട്ട് ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രെസ് ചെയ്യാൻ കാരണം ഞാൻ എന്താണോ കടന്നു വന്നിട്ടുള്ളത്, ഹെൽത്ത് പരമായിട്ടും ഇമോഷണൽ രീതിയിലും എന്താണോ ഫേസ് ചെയ്തത്, അത് ഇനി ഒരാള് ഫേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കാണ് കൂടുതൽ ടെൻഷൻ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ടേക്ക് കെയർ യുവർ ഹെൽത്ത്, ബോഡി ആൻഡ് മൈൻഡ്. ഇറ്റ് വിൽ റിവാർഡ് യു ബാക്ക്. ഓക്കെ, ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയാണ്. എല്ലാവരുടെ ലൈഫിലും ആ ഒരു അബണ്ടൻസും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു. ഇത് വന്ന വാക്കുകൾ മുഴുവൻ നിങ്ങളുടെ അനുഭവത്തിലൂടെയാണെന്നുള്ളത് കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞത് അത് ആ ഒരു എഫക്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ ജനങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യൂലാരും. അതായത് നമ്മള് ജയിക്കുന്ന തിന്ന് മരിക്കട്ടെ എന്ന് പറയുമെങ്കിലും ഇത് അനുഭവിച്ചവർക്കാണ് അത് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുക. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ല ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ആ ക്ലാസ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടേക്കോ ടച്ച് ചെയ്തിട്ട് ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത സംഭവങ്ങളാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ള കുറെ ഉണ്ടായിരുന്നു. താങ്ക് യു. ഹലോ, എല്ലാവർക്കും മോർണിംഗ് സ്റ്റെഫി മാം. മോർണിംഗ്. നമ്മളൊക്കെ മറ്റു ബോഡി പാർട്സ് എന്ന് വെച്ചാല് മുറിവ് പറ്റുക, ചതവ് പറ്റുക, അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കാറ്. പലപ്പോഴും ഉള്ളിലേക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കൊടുക്കാറുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. സ്റ്റെഫി മാമിന്റെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നമ്മൾ വലിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വെച്ച് കിട്ടും. പക്ഷെ അതിന്റെ മുൻപ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ അവസാനം എല്ലാം കൂടി ഒരു പിടിച്ചുകെട്ടലാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ മാമിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ തുടക്കത്തിലേ നമ്മളെ ബോഡിയെ, നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ഒരുപാട് ചുറ്റുമുള്ളവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലുപരിയായിട്ട് നമ്മൾ താങ്ക് യു സ്റ്റെഫി മാം. താങ്ക് യു മാം. വളരെ നല്ലൊരു എനർജറ്റിക് ക്ലാസ് രാവിലെ തന്നെ. താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറെ ആർക്കൊന്നും പറയാനില്ലല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് എന്നാല് എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Steffi ma'am, and thank you all.